Hey guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി ട്രാവൽ വ്ലോഗാണ് ടു ടിഫിനി ഫാൾസ്. ഇന്ന് നല്ല സ്നോ ഷവർ ഒക്കെ ഉണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഒരു ചായയും പാപ്പും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ കഴിച്ച് മഞ്ഞൊക്കെ കണ്ട് ടിഫിനി ഫാൾസിൽ പോവാം. ടിഫിനി ഫാൾസിൽ ആക്ച്വലി ഞങ്ങൾ സമ്മറിൽ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. അപ്പോൾ അത് സമ്മർ ടൈം ആകുമ്പോൾ നല്ല ഗ്രീനായിട്ട് അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പം നല്ല ഫ്രീസായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ എന്താ ഒരു അങ്ങനത്തെ ഫ്രീസായിട്ട് കിടക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് കാണാൻ ഒരാഗ്രഹം. നമ്മുടെ അടുത്തൊക്കെ ലേക്സും ഒക്കെ അത്യാവശ്യം നല്ല ഫ്രീസായിട്ടാണ് കിടക്കുന്നത്. അപ്പം ടിഫിനി ഫാൾസിൽ ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇവിടെ അടുത്തുള്ളവരൊക്കെ തന്നെ പോയിട്ടുണ്ട് ടിഫിനി ഫാൾസിൽ. അതിങ്ങനെ അവിടുത്തെ നമ്മുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കാരണം നല്ല ഫ്രീസായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോകണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു കുറേ ദിവസമായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ടിഫിനി ഫാൾസിൽ പോവാം. അപ്പം ഞാൻ സമ്മർ ടൈമിൽ പോയപ്പം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും, സമ്മറിൽ വിൻ്ററിലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പം നമുക്കിനി പോകുന്ന വഴിയുള്ള കാഴ്ചകൾ ഒക്കെ കാണാം. അങ്ങനെ നമ്മളതേ ഫാൾസിലെത്തി. അതേ ഈ കാണുന്ന കേട്ടോ അവിടുത്തെ പാർക്കിംഗ് സ്പോട്ട്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 11 പോയിൻറ്റ് സംതിങ് ആണെന്ന് തോന്നുന്നു ടിക്കറ്റിൻ്റെ റേറ്റ് ആയത്. സമ്മറിൽ പോയപ്പോൾ വളരെ കുറവായിരുന്നു ടിക്കറ്റ് റേറ്റ്. അപ്പോൾ അവിടെ 2 സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അവർ നമ്മളെ ഗൈഡ് ചെയ്തോളും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ട്രെയിനിലേക്ക് കയറി. അപ്പോൾ ഞാൻ ഈ ടൈമിലൊന്നും മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പം ഇത് ശരിക്കും ഞാൻ ഫിലിമിലും പിക്ചേഴ്സിലും ഒക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ഇത്രയും മഞ്ഞ് ഇങ്ങനെ കിടക്കുന്നത്. ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ കണ്ടത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്, കാരണം ഞാൻ വിചാരിച്ചു ഇവന് മൈക്ക് ഇല്ലെങ്കിൽ പോലും എൻ്റെ ആ ഒരു വോയിസ് അതിൽ കിട്ടുമെന്നായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. മഞ്ഞ് കണ്ടതിൻ്റെ ഒരു സന്തോഷമാണ്. മഞ്ഞ് കണ്ടതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി കിടക്കുന്ന കണ്ടതിൻ്റെ ഒരു സന്തോഷം, ഒരു എക്സൈറ്റ്മെൻറ്റ് ഒക്കെയാണ് ആ പുള്ളിച്ചാട്ടത്തിൽ മുഴുവൻ കണ്ടത്. പിന്നെ ഈ പോർഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അത് മുഴുവൻ വെള്ളമാണ്, ഒരു ചെറിയ റിവറാണത്. അതിന് മേലിലെല്ലാം ഫുൾ കണ്ടോ ആ ഒരു ഗ്യാപ്പിലൂടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേരെ നമ്മൾ ആ ഫാൾസിൻ്റെ ആ ഒരു വ്യൂവിൻ്റെ അവിടെ എത്തി. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ എന്താ, ഞാൻ അതിൻ്റെ അടുത്ത് ചെന്നിട്ടും ചെറിയൊരു ക്ലോസപ്പ് രീതിയിൽ കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു. നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ വേറൊരു കോയിൻസിഡൻസ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഫുൾ മലയാളീസ് ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഈ ഒരു കുരുപ്പിനെ കണ്ടു. ഇവൻ്റെ പേര് ലിയോ എന്നാന്ന് തോന്നുന്നു, പക്ഷെ ആൾ കുറച്ച് പെശകാണ്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ഫാൾസ് ഒക്കെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ കയറിയത് മൈൽ സ്റ്റോൺസ് ഗ്രിൽ ആൻഡ് ബാർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. പിന്നെ അവിടെ ചെന്നിട്ട് ഈ മെനു കാർഡൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു സ്പൈസി റാമൻ വിത്ത് ചിക്കനും പിന്നെ പാസ്ത വിത്ത് ചിക്കൻ ആൻഡ് അങ്ങനെയുള്ളൊരു സംഭവമാണ് ഓർഡർ ചെയ്തത്. പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലൊരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, തിരിച്ച് വീട്ടിൽ പോവാം. അപ്പം ടിഫിനി ഫാൾസ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും സമ്മറിലും വിൻ്ററിലും ഉള്ള ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണല്ലോ ശരിക്കും അത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നല്ലൊരു പ്ലേസ് ആണ്. അത്യാവശ്യം പാർക്കിംഗ് സ്പോട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം പറ്റുന്നവരൊക്കെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.